നമസ്കാരം. ഏങ്ങാപ്പുഴയ്ക്കടുത്ത് കട്ടിപ്പാറ വേനക്കാവിൽ മകൻ മാതാവിനെ വെട്ടിക്കൊന്നത് ലഹരിക്ക് അടിമയായതിന്റെ ബാക്കി പത്രമായിരുന്നു. കൊലപാതക കാരണം ഇപ്പോഴും അവ്യക്തമാണ്. മകനും അമ്മയും മാത്രമുള്ളപ്പോഴാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. ഈ കൊലപാതകത്തിൽ ഈങ്ങാപ്പുഴയാകെ നടുങ്ങിയിരിക്കുകയാണ്. ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിയെ നാട്ടുകാർ കീഴടക്കിയത്. അടുത്ത വീട്ടിൽ നിന്ന് തേങ്ങ പൊളിക്കാനെന്ന് പറഞ്ഞ് വാങ്ങിയ കൊടുവാളുകൊണ്ടായിരുന്നു അമ്മയെ മകൻ വെട്ടിക്കൊന്നത്. അടിവാരം 30 ഏക്കർ കായിക്കൽ സുബൈദയെയാണ് മകൻ ആഷിഖ് കൊലപ്പെടുത്തിയത്. ആഷിഖിന് 24 വയസ്സാണ്, അമ്മയ്ക്ക് 53 വയസ്സും. മയക്കുമരുന്നിന് അടിമയായ ആഷിഖ് ഇടയ്ക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഈ ദുർനടപ്പിന്റെ ദുരന്ത ഫലമായിരുന്നു അമ്മയുടെ കൊലപാതകം. ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ടുള്ള സുബൈദ അടുത്തിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലുമായിരുന്നു. സഹോദരി സക്കീനയുടെ വീട്ടിൽ വച്ചായിരുന്നു സുബൈദയെ ആഷിഖ് വകവരുത്തിയത്. കഴിഞ്ഞ കുറച്ചു കാലമായി സഹോദരിക്കൊപ്പമാണ് സുബൈദയും മകൻ ആഷിഖും കഴിയുന്നത്. +2 ശേഷം ഓട്ടോമൊബൈൽ കോഴ്സ് പഠിക്കാൻ പോയ ആഷിഖ് മയക്കുമരുന്നിന് അടിമയാവുകയായിരുന്നു. നാട്ടുകാർക്കും തലവേദനയായി. ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. സുബൈദയെ കണ്ടെത്തിയത് ഡൈനിങ് ഹാളിൽ രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന നിലയിലായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും മുമ്പേ സുബൈദ മരിച്ചിരുന്നതായി നാട്ടുകാരും പറഞ്ഞു. ഒരാഴ്ച മുമ്പ് ബംഗളൂരുവിൽ നിന്നെത്തിയ ആഷിഖ് 4 ദിവസം മുമ്പ് കൂട്ടുകാർക്കൊപ്പം പുറത്തു പോയിരുന്നു. ശനിയാഴ്ച സക്കീന ജോലിക്കായി പുറത്തു പോയിരുന്നു. ഈ സമയത്ത് സുബൈദയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൊലപാതക കാരണം ആർക്കും അറിയില്ല. ഉച്ചയോടെ വീടിന് പുറത്തിറങ്ങിയ ആഷിഖ് അയൽ വീട്ടിലെത്തി കൊടുവാൾ ചോദിച്ചു. തേങ്ങ പൊളിക്കാനാണെന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ നിന്ന് വാങ്ങിയ കത്തിയുമായി വീടിനകത്തു കയറിയ ആഷിഖ് സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സുബൈദയുടെ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. വാതിലടച്ചിട്ട് ഇരുന്ന ആഷിഖ് നാട്ടുകാർ വീട്ടിലെത്തിയപ്പോൾ ആർക്കാട കത്തി വേണ്ടതെന്ന് ചോദിച്ച് ഒരു തവണ വീടിന് പുറത്തിറങ്ങി. തുടർന്ന് കഴുകിയ ശേഷം കത്തി അവിടെ വെച്ച് വീണ്ടും വീടിനുള്ളിലേക്ക് കയറി വാതിലടച്ചു. പിന്നീട് സക്കീന എത്തിയപ്പോഴാണ് ആഷിഖ് വാതിൽ തുറന്നത്. ഈ സമയം നാട്ടുകാർ പിടികൂടി കെട്ടിയിടുകയായിരുന്നു. തുടർന്ന് പോലീസിലും ഏൽപ്പിച്ചു. അതേസമയം ഇതിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം കൊലപാതക ശേഷം യുവാവ് പറഞ്ഞ വാക്കുകളാണ്. പ്രതിയുടെ വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ട്. കൃത്യം നടത്തിയതിന് പിന്നാലെ നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ആ സമയത്താണ് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് കൊലപാതകം. ആ ശിക്ഷ ഞാൻ നടപ്പിലാക്കി എന്ന് യുവാവ് പറഞ്ഞത്. എന്തായാലും ഈ ഒരു പ്രതികരണത്തിൽ നാട്ടുകാരും ആകപ്പാടെ ഞെട്ടിയ അവസ്ഥയിലാണ്. ലഹരി തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും തർക്കം അമ്മയും മകനും തമ്മിൽ ഉണ്ടായിരുന്നോ എന്നൊന്നും അറിയില്ലാത്ത കാര്യം തന്നെയാണ്. കാരണം സംഭവ സമയം അവർ രണ്ടുപേരും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്.